ഗൈസ്, ഇപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എനിക്ക് നല്ല പേടിയും പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ പാർവതി നിലയത്തിലെത്തി. ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും പേടിയും ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യാൻ വേണ്ടി പോവാണ്. അച്ഛമ്മേൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലക്കുളത്തിൽ നീന്തൽ പഠിക്കാൻ പോകാൻ. ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഫുള്ള് വഴിക്കലേനു. അങ്ങനെ മെല്ലെ ഇറങ്ങി ആസ് യൂഷ്വൽ അവിടെ ഇരിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് ചില്ലായി അവിടെ ഇരുന്നു. പിന്നെ നോക്കുമ്പോൾ വേദു ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കുട്ടികളും എന്നെക്കാളും ചെറിയ വയസ്സുള്ള ചിംട്ടാസായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ നോക്കൂത്തിനെ പോലെ. പിന്നെ അവർ കളിയൊക്കെ തുടങ്ങിയപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി. അങ്ങനെ വെള്ളമായിട്ടൊന്ന് യൂസ്ഡ് ആയി. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നീന്താൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടീനെ ഞാൻ അവിടെ ചവിട്ടുകയും ചെയ്തിട്ടുണ്ടായി. ഓരോരുത്തർ സോറിയൊക്കെ പറഞ്ഞ തിരിയലും എൻ്റെ കസിൻ്റെ അടുത്ത അംഗം വിട്ടു. തോർത്തായി ദായ്മൂഡ് ഭയമൂഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാറ്റായി മഴയായി. പക്ഷെ എനിക്കങ്ങ് പറ്റണ്ടേ. പിന്നെ ഞാൻ വീണ്ടും കാല് വെച്ച് അടിയോടെ. പിന്നെ കസിൻ കൈ വെച്ച് വലിയായി. പിന്നെ ഒരു ട്യൂബ് എവിടുന്നോ കിട്ടിയപ്പോൾ ഞാൻ മോഹൻലാലായി, നരനായി. അങ്ങനെ നരൻ എന്ത് ചെയ്താലും മുങ്ങൂലെന്ന് മനസ്സിലായ ഞാൻ അങ്ങ് നീന്താൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കസിൻ വഴി തെറ്റി പോകുമ്പോൾ എന്നെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ച് വേദുനാണെങ്കിൽ ഒരു കുപ്പി കിട്ടി. പിന്നെ ഓളവിടെ ഡാൻസ് ആയിരുന്നു. പിന്നെ ഈ ചെക്കൻ ഞാൻ തെറ്റിദ്ധരിച്ചു, ഇതിനൊന്നും അറിയില്ല. പക്ഷെ കൂട്ടത്തിൽ ഈ ചെക്കനും നല്ല നീന്തൽ അറിയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്യൂബൊക്കെ ഉപേക്ഷിച്ചു. കയ്യൊക്കെ ഇതായമ്മേ അങ്ങനെ കയ്യിലും കാലിലൊക്കെ മാർക്സ് ആയി. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു ടീ ടൈം ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. ശുഭം.